ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യയിൽ ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ അമേരിക്കൻ ഇൻഡെക്സുകളും നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്. അമേരിക്കയിൽ AMD അതുപോലെ തന്നെ മറ്റ് ചീപ്പ് സ്റ്റോക്കുകൾ ഒപ്പം മെമ്മറി സ്റ്റോക്കുകളൊക്കെ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഇന്നലെ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വലിയ രീതിയിലുള്ള ഒരു ഫാളൊക്കെ ഈ സ്റ്റോക്കുകളിലുണ്ടായിരുന്നു. പക്ഷേ പല സ്റ്റോക്കുകളും ഇന്നലെ ലോവർ ലെവലിൽ നിന്ന് 25-26% ബെറ്റർ ആയിട്ടാണ് ഇന്നലെ അമേരിക്കയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം US Q2 GDP ഡാറ്റ വന്നിരുന്നു. പ്രിലിമിനറി റീഡിംഗ് ആണ് 1.5% ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു US ഫെഡ് അടുത്ത മീറ്റിങ്ങുകളിലൊന്നും തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാൻ സാധ്യതയില്ല എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും കൂടി അമേരിക്കൻ മാർക്കറ്റിലുണ്ടായിരുന്നു. ഒപ്പം ആപ്പിളിൻ്റെ Q2 റിസൾട്ട് വന്നിരുന്നു, ആമസോണിൻ്റെ റിസൾട്ട് വന്നിരുന്നു. ഈ രണ്ട് റിസൾട്ടുകളും എബവ് എക്സ്പെക്റ്റേഷൻസ് ആണ്. പക്ഷേ റിസൾട്ട് അനൗൺസ്മെൻറ്റിന് ശേഷം ആപ്പിളിൻ്റെ സ്റ്റോക്ക് അറൗണ്ട് 5-6% താഴെയാണ് ആഫ്റ്റർ അവേഴ്സിൽ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ആമസോൺ അറൗണ്ട് 10% ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മൈക്രോസോഫ്റ്റും ഇന്നലെ നല്ല രീതിയിലുള്ള മുന്നേറ്റം നടത്തിയിരുന്നു. മൈക്രോസോഫ്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.35 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ഇന്നലെ അറൗണ്ട് 15% ബെറ്റർ ആയിട്ടാണ് മൈക്രോസോഫ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം NVIDIA ഇന്നലെ ബെറ്റർ ആണ്. അതേസമയം ആൽഫബറ്റ് സ്ലൈറ്റ്ലി വീക്ക് ആയിരുന്നു. ടെസ്ല ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയിലെ മാഗ്നിഫിസൻറ്റ് 7 കമ്പനികളിൽ മെജോറിറ്റി സ്റ്റോക്കുകളും ബെറ്റർ ആണ്. അതേസമയം NVIDIAയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇപ്പോഴും ആപ്പിളിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനേക്കാളും താഴെയാണ്. ആപ്പിളിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $4.9 ട്രില്യൺ ആണ്. NVIDIAയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $4.72 ട്രില്യൺ ആണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ആപ്പിൾ മുന്നേറുകയാണെങ്കിൽ വീണ്ടും ആപ്പിളിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $5 ട്രില്യൺ ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്വാഭാവികമായും റിസൾട്ട് അനൗൺസ്മെൻറ്റുകൾക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആപ്പിളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വൊളാറ്റിലിറ്റി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ FTSE 100 UK ഇൻഡെക്സ് ആണ് ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ചെയ്തതിന് ശേഷം താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ജർമ്മൻ ഇൻഡെക്സ് ബെറ്റർ ആയിരുന്നു. അതുപോലെ തന്നെ ഫ്രഞ്ച് ഇൻഡെക്സും ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഏഷ്യയിൽ നോക്കുകയാണെങ്കിൽ മൈനർ ഗെയിനോട് കൂടിയാണ് ജാപ്പനീസ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഹോങ്കോങ് മാർക്കറ്റ് മൈനർ ഗെയിനോട് കൂടിയാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം സൗത്ത് കൊറിയൻ മാർക്കറ്റ് വീക്കായിരുന്നു. തൈവനീസ് മാർക്കറ്റും വീക്കായിരുന്നു. ഇന്ന് എല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. SK ഹൈനിക്സ് അതുപോലെ തന്നെ സാംസങ് ഇലക്ട്രോണിക്സ് ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ഇന്ന് 20%-ലധികം ബെറ്റർ ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം കിയോക്സിയ ഹോൾഡിങ്സ് ജാപ്പനീസ് മെമ്മറി സ്റ്റോക്കാണ് അറൗണ്ട് 30% ബെറ്റർ ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇനി ഗോൾഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മോർണിംഗിൽ ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. $4076 പെർ ഔൺസിനാണ് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. സിൽവറും ബെറ്റർ ആണ്. $58.4 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ കോപ്പർ, അലുമിനിയം, സിങ്ക് ഈ കമോഡിറ്റികളും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം നമ്മൾ ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെയും അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസിൻ്റെയൊക്കെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ ഇന്നലത്തെ മോർണിംഗ് പ്രൈസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ലൈറ്റ്ലി വീക്കാണ് ഇന്ന് മോർണിംഗിൽ. നാച്ചുറൽ ഗ്യാസും സ്ലൈറ്റ്ലി വീക്കാണ്. ഇന്ത്യൻ റുപ്പി ഇന്നലെ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. 95.7327 രൂപ പെർ ഡോളറിനാണ് ഇന്ത്യൻ റുപ്പി ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗോൾഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ Q2 Q2 എൻഡ് ചെയ്യുമ്പോൾ സെൻട്രൽ ബാങ്കുകൾ 289 ടൺസാണ് ഗോൾഡ് വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. ചൈന വലിയ രീതിയിലാണ് മാർക്കറ്റ് താഴെ വരുമ്പോൾ ഗോൾഡിൽ ബൈയിങ് നടത്തുന്നത്. ഒപ്പം പോളണ്ട് തന്നെയാണ് Q2 മുന്നിട്ട് നിൽക്കുന്നത് 51 ടൺസായിട്ട്. ചൈന 33 ടൺസാണ് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ്. അതേസമയം ചൈന റഷ്യയിൽ നിന്നൊക്കെ ധാരാളം ഗോൾഡ് ഇമ്പോർട്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ ഗോൾഡ് അറ്റ് എവരി ഫാളിലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇതൊക്കെയാണ് പൊതുവെയുള്ള മാർക്കറ്റ് വിശേഷങ്ങൾ. ഇനി നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ IPO മാർക്കറ്റ് നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് IPOകളിലൊക്കെ നടക്കുന്നത്. മണിപ്പാൽ ഹെൽത്ത് കെയർ എൻ്റർപ്രൈസസ് സെക്കൻഡ് 0.47 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. ഇന്നാണ് ഫൈനൽ ഡേ. ഓവർ സബ്സ്ക്രിപ്ഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. തീർച്ചയായിട്ടും മൈനർ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഹോസ്പിറ്റൽ സ്റ്റോക്കാണ്. ബെഡുകളുടെ നമ്പർ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലത്തെ
ലാർജസ്റ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് മണിപ്പാൽ ഹെൽത്ത് കെയർ. തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ നല്ല രീതിയിൽ മുന്നേറ്റമൊക്കെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ ഓപ്പൺ ചെയ്തിട്ടുള്ള MV ഇലക്ട്രിക്കൽ സിസ്റ്റംസ് 3.87 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ജൂനിപ്പർ ഗ്രീൻ എനർജി 0.38 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് ഈ 3 IPOs ആണ് മെയിൻ ബോർഡിലുള്ളത്. അതേസമയം നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന NSE SME IPO ഇന്നലെ 278.83 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും 100-120% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ് പൂജ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്. HR ഹൈജീനിക് പ്രൊഡക്ട്സ് ലിമിറ്റഡിൻ്റെ ഒരു IPO ഉണ്ട്, SMEയിലാണ്. സാനിറ്ററി നാപ്കിൻസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. 28 സ്റ്റേറ്റുകളിലും അതുപോലെ തന്നെ 8 യൂണിയൻ ടെറിട്ടറികളിലും പ്രസൻസ് ഉള്ള നല്ലൊരു കമ്പനിയാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം വേദാന്തയുടെ ഡിമർജ് ചെയ്ത കമ്പനികളിലേക്ക് റിസൾട്ടുകൾ പലതിൻ്റെയും മിനിഞ്ഞാന്ന് അനൗൺസ് ചെയ്തിരുന്നു. ഇന്നലെ അനൗൺസ് ചെയ്തിട്ടുള്ള വേദാന്ത അലുമിനിയം എക്സലന്റ് റിസൾട്ടാണ്. അതോടൊപ്പം തന്നെ വേദാന്ത ലിമിറ്റഡും ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആണ് റിസൾട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം 6ാമത്തെ ഡീമർജറും കൂടി വേദാന്ത അനൗൺസ് ചെയ്തിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് അസറ്റ് മുഴുവൻ ഡീമർജ് ചെയ്യാണ്. തീർച്ചയായിട്ടും വേദാന്തനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് വളരെയധികം ഗെയിൻ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള സ്റ്റോക്കാണ്. 6ാമത്തെ ഡീമർജറും കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. വളരെ കുറവ് സ്റ്റോക്കാണ് ഡീമർജർ റേഷ്യോ വന്നിട്ടുള്ളത്. എന്നിരുന്നാലും ഒരു വാല്യൂ അഡീഷനാണ് ഡീമർജർ വേദാന്തനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. SML മഹീന്ദ്ര നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിരുന്ന ഒരു സ്ട്രോങ് പിക്കായിരുന്നു. ഇന്നലെയും അപ്പർ സീലിംഗ് ആയിരുന്നു, മിനിഞ്ഞാന്നും അപ്പർ സീലിംഗ് ആയിരുന്നു. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അണ്ടറിലുള്ള ബസ് ലോറി സെഗ്മെന്റ് മുഴുവൻ 525 കോടി രൂപയ്ക്കാണ് SML മഹീന്ദ്ര അക്വയർ ചെയ്തിട്ടുണ്ട്. വളരെ ചീപ്പാണ് കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ. അതോടൊപ്പം തന്നെ ഇനി അണ്ടർ വൺ റൂഫിലാണ് ഹെവി കമേഴ്ഷ്യൽ ബസ്സുകളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ പോസിറ്റീവായിട്ട് ന്യൂസ് തന്നെയാണ്. ഇക്വിറ്റി ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ വളരെ കുറവ് ക്യാപിറ്റലുള്ളൂ, 10 രൂപയാണ് ഫേസ് വാല്യൂ. അപ്പോൾ ഈ സ്റ്റോക്ക് അടുത്തൊരു ഐഷർ മോട്ടേഴ്സ് അല്ലെങ്കിൽ വലിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഒരു സ്റ്റോക്കായിട്ട് മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് അടുത്ത വർഷം ലോഞ്ച് ചെയ്യാൻ പോകുന്ന പ്ലഗ് ഇൻ ഹൈബ്രിഡ് കാറുകളുണ്ട്. അതിൻ്റെ ഇനീഷ്യൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ പെട്രോൾ ടാങ്ക് ഉണ്ടാവും, അതുപോലെ തന്നെ EV ഉണ്ടാവും, ബാറ്ററി ഉണ്ടാവും. ഈ ബാറ്ററിക്ക് ഇപ്പോഴത്തെ ഹൈബ്രിഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്ലഗ് ഇൻ, അതായത് ചാർജ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഫുൾ ചാർജിൽ ഫുൾ പെട്രോൾ ടാങ്ക് ആയിട്ട് പോവുകയാണെങ്കിൽ ഒരു ചാർജിങ്ങിന് ശേഷം ഒരു ടാങ്ക് പെട്രോൾ അടിച്ച് മൈലേജ് ടെസ്റ്റ് ചെയ്തപ്പോൾ 1518 കിലോമീറ്ററാണ് ഈ വണ്ടിയുടെ മൈലേജ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇനീഷ്യൽ റിപ്പോർട്ടാണ്. വിനയ എന്ന് പറയുന്ന ഒരു പുതിയ പ്രൊഡക്റ്റാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്ന അടുത്ത വർഷമാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക, ഇത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വരുമ്പോൾ അത് സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ മുന്നേറും. ടാറ്റ മോട്ടോഴ്സ് കമേഴ്ഷ്യൽ വെഹിക്കിൾസും നല്ലൊരു പിക്ക് തന്നെയാണ്. അതേസമയം ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് ഇത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റുകളായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും സ്റ്റോക്ക് പ്രൈസിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ GRSE 1032.07 crore ഓർഡർ ONGCയിൽ നിന്ന് ബാഗ് ചെയ്തിട്ടുണ്ട്. തെർമാക്സ് ഒരു ഡീമർജർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീമർജറുകളുടെ കാര്യമാണ്, നല്ല രീതിയിലുള്ള ഗെയിനാണ് ഡീമർജറുകളിൽ നിന്ന് പല ഇൻവെസ്റ്റേഴ്സിനും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. റീഫാക്സ് 22.75 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഓഹരിയുണ്ട് Astra Microwave ഡീമർജറും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇന്നലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ നിന്ന് 2205.23 കോടി രൂപ വരെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. 5 വർഷത്തേക്കുള്ള ഓർഡറാണ്, വളരെ പോസിറ്റീവാണ്. PC ജുവല്ലേഴ്സ് ഡെറ്റ് ഇഷ്യൂവിൽ വളരെയധികം താഴെ പോയിരുന്നൊരു സ്റ്റോക്കായിരുന്നു. ഇപ്പോൾ 96% ബാങ്ക് ഡെറ്റുകളും അവർ ക്ലിയർ ചെയ്തിരിക്കുകയാണ്. പോസിറ്റീവ് ന്യൂസാണ്. ബോഷ് ഹോം കംഫർട്ട് ഇന്ത്യ ലിമിറ്റഡ്, ഇത് പഴയ ജോൺസൺ ഹിറ്റാച്ചി കൺട്രോൾ AC ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ബോഷ് ടേക്ക് ഓവറിന് ശേഷം പേര് മാറിയിട്ടാണ്. 2 വർഷത്തിനുള്ളിൽ ഒരു എക്സ്പോർട്സും ഇന്ത്യയിൽ നിന്ന് ആരംഭിക്കാൻ പോവുകയാണ്. വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്സ് ഈ കമ്പനി നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിപ്രിസിയേഷൻ്റെ ബെനിഫിറ്റ് ആവും. അതോടൊപ്പം തന്നെ ടേൺ ഓവറും വലിയ രീതിയിൽ ഇൻക്രീസ് ചെയ്തേക്കാം.
ഒപ്പം ഇന്നലെ വന്നിട്ടുള്ള Q1 റിസൾട്ടുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ 3210 കോടി രൂപയാണ് ഫസ്റ്റ് ക്വാർട്ടറിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 9% ഇൻക്രീസ് ഉണ്ട്. നമ്മൾ BSEയുടെ കമ്പാരിറ്റീവ് വാല്യുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ റിസൾട്ട് അസസ്മെൻറ്റ് വെച്ച് 1 ഇയർ PE കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 51.87 ആണ് PE വരുന്നത്. BSE ട്രേഡ് ചെയ്യുന്ന അറൗണ്ട് 75-80 പ്രൈസ് ഏണിംഗ് റേഷ്യോയിലാണ്. അപ്പോൾ നമ്മൾ ഈ പ്രൈസ് ഏണിംഗ് റേഷ്യോ NSEക്ക് അപ്ലൈ ആണെങ്കിൽ 3500-4000 ലെവലിലേക്കൊക്കെ ഈ NSE ഉയരാനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും അടുത്ത മാസങ്ങളിൽ അടുത്ത വർഷങ്ങളിലൊക്കെ NSEയുടെ ഓവർസീസ് എക്സ്ചേഞ്ചിൻ്റെ ബെനിഫിറ്റും കൂടി കിട്ടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും NSEനെ സംബന്ധിച്ച് ഈ റിസൾട്ട് വളരെ പോസിറ്റീവാണ്. മിക്കവാറും അടുത്ത മാസം NSEയുടെ IPO ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം മറ്റ് കമ്പനികൾ നല്ല Q1 റിസൾട്ടുകൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ദീപക് ഫെർട്ടിലൈസർ എക്സലന്റ് റിസൾട്ടാണ്, RT ഇൻഡസ്ട്രീസ് എക്സലന്റ് റിസൾട്ടാണ്, V-Guard എക്സലന്റ് റിസൾട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ ഒരുപക്ഷെ ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റീൽ സെക്ടറിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ജൂലൈ 1 മുതൽ യൂറോപ്യൻ യൂണിയൻ റിവൈസ്ഡ് സ്റ്റീൽ സേഫ് ഗാർഡ് റെഗീം ആരംഭിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇന്ത്യയിൽ നിന്ന് സ്റ്റീൽ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച്. ഈ വർഷം സ്റ്റീൽ എക്സ്പോർട്ട്സ് കുറയാനാണ് ചാൻസസ് കൂടുതൽ. അതേസമയം ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റുകൾ അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഡിമാൻഡ് ഇത്തരത്തിലുള്ള ഒരു ഷോർട്ട് ഫാളിനെ കുഷനിങ് നടത്തുന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ആണുള്ളത്. എന്നിരുന്നാലും ഒരു അപ്പോഴും മൊമെൻറ്റത്തിന് സ്ലൈറ്റ് ഇമ്പാക്റ്റ് വന്നിട്ടുണ്ട് ഈ ന്യൂസ് വന്നതിന് ശേഷം. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഗ്ലോബൽ സിറ്റുവേഷൻ പ്രത്യേകിച്ച് മെമ്മറി അതുപോലെ തന്നെ ചിപ്പ് സ്റ്റോക്കുകളെല്ലാം തന്നെ റിക്കവറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം അതിനനുസരിച്ചുള്ളൊരു സെല്ലിംഗ് പ്രഷർ ഒരു പക്ഷേ സോഫ്റ്റ്വെയർ സ്റ്റോക്കുകളിൽ കണ്ടേക്കാം. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇന്ത്യയിലത്തെ സോഫ്റ്റ്വെയർ സർവീസസ് കമ്പനികളാണ് നല്ല രീതിയിൽ മുന്നേറിയിരുന്നത്. സ്വാഭാവികമായിട്ടും മെമ്മറി അതുപോലെ തന്നെ ചിപ്പ് സ്റ്റോക്കുകൾ താഴെ വരുമ്പോൾ ഈ സ്റ്റോക്കുകൾക്ക് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ മെമ്മറി ചിപ്പ് സ്റ്റോക്കുകൾ മുന്നേറുകയാണെങ്കിൽ ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഈ സ്റ്റോക്കുകളിലും കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.